ശോചനീയാവസ്ഥ മൂലം ദുരിത കേന്ദ്രമായി മാറിയ ഒരു സർക്കാർ ആശുപത്രി. മലപ്പുറം പെരിന്തൽമണ്ണയിലെ നഗരസഭ ആയുർവേദ ആശുപത്രിക്കാണ് ഈ ദുർഗതി. പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടവും വൃത്തിഹീനമായ ചുറ്റുപാടുകളും അടക്കം മതിയായ ശുചിമുറികൾ പോലും ഇല്ലാതെയാണ് ഈ ആശുപത്രിയുടെ പ്രവർത്തനം. ഇതൊരു ആശുപത്രിയാണ് എന്ന് പറയേണ്ടി വരുന്നത് തന്നെ നാണക്കേടാണ്. അത്രമേൽ ദയനീയമാണ് പെരിന്തൽമണ്ണ നഗരസഭ ആയുർവേദ ആശുപത്രിയുടെ സാഹചര്യം. പൊട്ടിപ്പൊളിഞ്ഞ തകർന്നു വീഴാൻ കാത്തു നിൽക്കുന്ന ഈ കെട്ടിടത്തിനകത്താണ് ആയുർവേദ ആശുപത്രിയുടെ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നത്. വീണുകൊണ്ടിരിക്കുന്ന ഓടുകളും ചോർന്നൊലിക്കുന്ന മേൽക്കുരയുമെല്ലാം എന്നാണ് തങ്ങളുടെ മേൽ പതിക്കുക എന്ന ആശങ്കയോടെയാണ് ജീവനക്കാരും രോഗികളും കഴിയുന്നത്. വളരെ പരിതാപകരമാണ്. സംസ്ഥാനത്ത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ രണ്ടാമത്തെ നിലയിൽ OP പ്രവർത്തിക്കുന്നത്? ആയുർവേദ ഹോസ്പിറ്റലിൽ മിക്കവാറും ആളുകൾ വരുന്നത് പ്രായമായ പാവപ്പെട്ട വീഴ്ചയിലിന് അതുപോലെ കാൽമുട്ട് വേദന അത്തരം പ്രതിസന്ധി കൊണ്ടാണ് ആളുകൾ വരുന്നത്. അവരൊക്കെ രണ്ടാം നിലയിലേക്ക് കയറി പോകണം OPയിലേക്ക്. ഇവിടെ വരുന്ന ആളുകളൊക്കെ പിന്നെ ഈ ഹോസ്പിറ്റലിനെ കൈവിട്ടുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സ്ഥിതിയാണുള്ളത്. അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ കാരണം OP വിഭാഗത്തിന്റെ പ്രവർത്തനം ഇപ്പോൾ മുകൾ നിലയിലാണ്. വയോധികരായ നടക്കാൻ പ്രയാസമുള്ള രോഗികളടക്കം ഈ കോണി കയറി വേണം മുകളിലെത്താൻ. കോണി കയറാൻ പ്രയാസമുള്ളവർ ചികിത്സിക്കാതിരിക്കുക എന്നതല്ലാതെ മറ്റ് പോംവഴികളില്ല. കാലുവേദനയും ഊരവേദനയൊക്കെ കാണിക്കാൻ വന്നാണ്. കുഴപ്പമൊന്നുമില്ല, മരുന്നിട്ടുണ്ട്. ബുദ്ധിമുട്ടുണ്ട്. കോണി നല്ല കയറുന്നു. പരിഹാരമൊക്കെ വേണമായിരുന്നു. പരിഹാരത്തിന് പന്തിക്കാന മുകളിലേക്ക് കയറി പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അത് താഴത്തെ ആണെച്ചാൽ ഏറ്റവും സൗകര്യമാണ്. അത് വെയ്യാതെ ആകുമ്പോൾ ചില ദിവസമൊക്കെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ വയ്ക്കുമ്പോൾ കുഴപ്പമില്ല. OP വിഭാഗത്തിന്റെ മേൽഭാഗത്ത് റൂഫടക്കം പൊളിഞ്ഞ നിലയിലാണ്. ഡോക്ടർ മഴ നനയാതിരിക്കാൻ ഒരു ഭാഗത്ത് ഫ്ലെക്സ് വലിച്ചു കെട്ടിയിട്ടുണ്ട്. 10 പേർക്ക് കിടത്തി ചികിത്സയ്ക്ക് സൗകര്യമുണ്ടെങ്കിലും 2 പേർക്ക് മാത്രമാണ് ഇപ്പോൾ അഡ്മിഷൻ നൽകുന്നത്. ശുചിമുറികൾ പോലും പ്രവർത്തിക്കാത്തതാണ് കാരണം. അഡ്മിഷൻ ആവശ്യമായ 100-ലധികം രോഗികളാണ് ശുചിമുറി ഇല്ലാത്തത് കാരണം ഇപ്പോഴും പുറത്തു നിൽക്കുന്നത്. ഇവിടെ എത്തുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ടോയ്ലറ്റിൻ്റെ അലംഭാവമുണ്ട്. ഇവിടെ കുഴി അടഞ്ഞ് നിരന്തരം കൗൺസിലറെ ബന്ധപ്പെടുന്നു. അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ശാശ്വത പരിഹാരം ഇവിടെ ആയിട്ടില്ല. 4 വർഷം മുമ്പ് ആശുപത്രിക്ക് വേണ്ടി പുതിയ കെട്ടിടത്തിന് നിർമ്മാണം ആരംഭിച്ചെങ്കിലും ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ നിർമ്മാണ പ്രവൃത്തികൾ തന്നെ പൂർണ്ണമായി നിലച്ച നിലയിലാണ്. ഈ കെട്ടിടം പൂർത്തിയായാൽ മാത്രമേ ഈ ആശുപത്രിക്ക് ശോചനീയാവസ്ഥയിൽ നിന്നും ഒരു മോചനമുണ്ടാകൂ. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.